ഇന്നത്തെ എപ്പിസോഡിൽ ആദർശ് ടെൻഷൻ അടിച്ച് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് അനി വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടൻ എന്ത് പറ്റി, ഈ ഇടയായിട്ട് മൂടൊന്നും ശരിയല്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നീ ഇപ്പോൾ അത് ചോദിക്കാനാണ് ഇങ്ങോട്ട് വന്നത് ചോദിക്കും. അപ്പോൾ അനി പറയും, ഞാൻ ചേട്ടൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിരുന്നതല്ലേ, എന്നിട്ട് എന്താ എൻ്റെയും ആ അനാമികയുടെയും കാര്യത്തിൽ ചേട്ടനൊരു തീരുമാനം എടുക്കാത്തതെന്ന് ചോദിച്ചിങ്ങനെ വരും കേട്ടോ. അപ്പോൾ ആദർശ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, നീ എന്തിനാ അത് എന്നോട് വന്ന് പറയണേ, നീ അതേ നന്നാവാൻ നോക്ക്, നീ ഇപ്പോൾ ആ നന്ദുവിൻ്റെ പിന്നാലെ നടക്കല്ലേ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നയന അവിടേക്ക് വരികയാണ്. ആദ്യം നീ നന്നാവ്, എന്നിട്ട് നീ മറ്റുള്ളവരെ നന്നാക്കിയാൽ മതി, അവരെല്ലാം കൂടി എൻ്റെ തലേക്ക് ഇടുക, ഇനി ഒരു പ്രഷർ എൻ്റെ തലേക്ക് തരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചൂടാവട്ടോ. അപ്പം നയന വന്നിട്ട് എന്തിനാ അനിയോട് ചൂടാവണേ, എന്തിനാ അവൻ ഇതാക്കണേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അപ്പോൾ ഇത്രയും നേരം നീ കേട്ടുന്നൊന്നും കേട്ടില്ലേ, നിൻ്റെ അനിയത്തി ഇവനെ എത്ര പറഞ്ഞിട്ടും നേരെയാവാത്തതിന് ഞാൻ എന്താ ചെയ്യുക, നീ ഉപദേശിച്ചു, ഞാൻ ഉപദേശിച്ചു, നമ്മുടെ അമ്മ ഉപദേശിച്ചു, എന്നിട്ടൊന്നും ഇവർ രണ്ടുപേരും കൂടിയിട്ട് തെറ്റല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ, അപ്പോൾ പിന്നെ ആരും ഉപദേശിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടും. അപ്പോൾ അനി അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് കേട്ടോ. എന്നിട്ട് നയന ചോദിക്കും, ആദർശന് എന്താ പറ്റി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയേ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു ഭാര്യയുടെ രൂപത്തിൽ അനിയൻ്റെ രൂപത്തിൽ വന്നിട്ട് മനുഷ്യൻ്റെ ടെൻഷൻ തരാൻ വേണ്ടിയിട്ട് ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ പറയും. അപ്പോൾ ഞാനൊരു ശല്യമായോ ആദർശേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു രഹസ്യം പാടില്ല, എന്തെന്നെ ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ തുറന്ന് പറയണമെന്നൊക്കെ, എന്നിട്ട് എന്താ ആദർശേട്ടനോട് എന്താ കാര്യം എന്ന് പറയാത്ത ചോദിക്കുമ്പോൾ എൻ്റെ കാര്യം ഞാൻ തന്നെ തീർത്തോളാം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നയന ചെന്നിട്ട് അമ്മോടും അതുപോലെ അച്ഛനോടൊക്കെ സങ്കടം പറയണം, ആദർശേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട് ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ആദർശമൊന്നും പറയുന്നില്ല. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.